ശ്രീമദ് ഭാഗവതം ക്ലാസ് 97 നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 5 അധ്യായം 4 ഋഷഭദേവ ചരിതമാണ്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ദേവബ്രതൻ 7 ലോകങ്ങളാണ് രൂപപ്പെടുത്തിയത്. അത് 7 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബോളാണ്. ബോളിൻ്റെ മാതിരിയുള്ളൊരു സ്പേസാണ്. അതിൽ 7 ഗോളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 7 ഗോളങ്ങളാണ് 7 ലോകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നടുവിലുള്ള ഈ ജംബുദ്വീപിൽ ഓരോന്നിനെ 7 ആക്കിയിട്ടുണ്ട്. അപ്പോൾ 7 7 49 മരുത്തുക്കൾ. ഇതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നടുവിലുള്ളതിലാണ് അഗ്നിത്രൻ എന്ന മകന് കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള മക്കളെല്ലാം ഇവിടെയാണ് ഭരിക്കുന്നത്, ഈ ദേശങ്ങൾ. അതിലുള്ള ഒന്നാണ് ഹിമവാന എന്ന് പറയുന്ന ഈ ദേശം, ഈ ഒരു മരുത്ത്. ഇവിടെ അതിലാണ് നമ്മളുള്ളത്. ഭൂമിയെല്ലാം അതിൻ്റെ അകത്താണ് വരുന്നത്. അതിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ആ ഒരു നക്ഷത്രത്തിലാണ് ഇതോ ഏതെടുക്കാം. അപ്പം ഇതാണെന്ന് വെച്ചോളൂ. ഇതിലാണ് നമ്മളുള്ളത്. അത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളിലുള്ള ഒരു സൂര്യൻ്റെ ഉപഗ്രഹമാണ് ഭൂമി. സൂര്യൻ്റെ ഗ്രഹമാണ് ഭൂമി. അപ്പം ആ ഭൂമിയിലാണ് നമ്മളുള്ളത്. അപ്പം ഇതിലാണ് നമ്മളുള്ളത്. അപ്പം ഇതിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞു. ജംബുദ്വീപിൻ്റെ നടുവിലുള്ളതിൻ്റെ. ഇനി ഹിമവാന എന്ന് പറയുന്നതിൻ്റെ ഇതിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ചരിത്രമാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിലാണ് നമ്മളുള്ളത്. അത് നാഭിക്കാണ് കൊടുത്തിരുന്നത്. അപ്പം നാഭിയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നാഭി അത് മേരുദേവിയെ കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാതുകൊണ്ട് ശ്രീഹരിയെ ധ്യാനിച്ചിട്ട് ശ്രീഹരി പറയുന്നത് ഞാൻ തന്നെ ഒരു അവതാരമായിട്ട് വന്നുകൊള്ളാം മകനായിട്ട് എന്ന്. അപ്പം ഈ ഇവിടെ ഭരിക്കുന്ന രാജാവ് നാഭി, ഇല്ലെങ്കിൽ അതിനാണ് ഭാരതദേശം എന്ന് പറയുന്നത്. ആ ഭാരതദേശത്തിൻ്റെ ഭരണമാണ് നാഭി നടത്തുന്നത്. നാഭിയുടെ മകനായിട്ടാണ് ശ്രീഹരി അവതാരമായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം വന്നിട്ട് യഥാർത്ഥത്തിൽ നമ്മളുമെല്ലാം ബ്രഹ്മം തന്നെയാണ് വന്നിരിക്കുന്നത്, നമ്മളായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം അവിടെ കഥരൂപത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞതിൽ നിന്നും അദ്ദേഹം വരുന്നതിനൊരു ലക്ഷ്യമുണ്ട്. അദ്ദേഹം വന്നിട്ട് ആധ്യാത്മിക ജ്ഞാനമെല്ലാം കൈമാറാൻ പോകുന്നത്. അതായത് ഈ 7 ലോകങ്ങളിലും അതിലേക്ക് ഇതിൻ്റെ അകത്തുള്ള 49 മരുത്തുക്കളിലും നമ്മൾ വേദശാസ്ത്രങ്ങളെല്ലാം പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കിയവരാണ്. മറ്റുള്ള സ്ഥലത്തെല്ലാം മനുഷ്യരുണ്ടോ, അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പോലും പറ്റില്ല. ഇതെല്ലാം പറയുന്നത് നമ്മളുടെ ഋഷികളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ ഉള്ളതിലാണ്, ഇതാണ് ഈ ലോകത്താണ് നമ്മളുള്ളത്. അത് ഈ നടുവിലുള്ളതിലല്ല, ഇപ്പുറത്തുള്ളതിലാണ്. അപ്പോൾ ഇതിൻ്റെ പറയുമ്പോൾ ആത്മീയ കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും വേദങ്ങളിലൂടെ ഈ പ്രപഞ്ചരഹസ്യം മുഴുവൻ വേദങ്ങളിലൂടെ നേടിയിരിക്കുന്നത് നമ്മൾ എന്ന നിലയിൽ ഇവിടെ നാഭിയുടെ പുത്രനായിട്ട് ശ്രീഹരി, ആ പുത്രൻ്റെ പേരാണ് ഋഷഭദേവൻ.
ഋഷഭനായിട്ട് വന്നിട്ട് വേദജ്ഞാനമെല്ലാം ഇല്ലെങ്കിൽ പ്രപഞ്ച രഹസ്യമെല്ലാം അല്ലെങ്കിൽ ആത്മീയ തത്വങ്ങളെല്ലാം ലോകത്തിന് സംഭാവന ചെയ്തതായിട്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതായത് ആദ്യമായി ഉണ്ടായത് വേദജ്ഞാനമാണ്. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ തന്നെ ആദ്യം ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. ഒരു വേദങ്ങളുടെ ജ്ഞാനമാണ് ആദ്യം വരുന്നത്. അതിൽ നിന്നാണ് പിന്നെ സൃഷ്ടി വരുന്നത്. ഒരു സയൻസ് ഉണ്ടെങ്കിലേ സൃഷ്ടി ഉണ്ടാവുന്നത്. എന്ത് സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതിന് മുമ്പിൽ ഒരു ശാസ്ത്രം വേണം. അപ്പൊ ശാസ്ത്രമാണ് ആദ്യം നമുക്ക്, അതെല്ലാം ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അത് ഋഷഭൻ എന്ന ഒരു കഥാപാത്രത്തിലൂടെ പറഞ്ഞു തരുന്നതായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതായിട്ട്, അല്ലെങ്കിൽ ശ്രീഹരി അവതരിപ്പിച്ചതായിട്ടാണ് ഇതിലൂടെ ഈ ഋഷഭന്റെ ചരിത്രത്തിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ആദ്യം 1 ശ്രീ ശുകൻ പറയുകയാണ്, അപ്പോൾ ജനനാൽ തന്നെ പ്രകടമായ സർവേശ്വര ലക്ഷണങ്ങളോട് കൂടിയവനും. അപ്പൊ ഈ ഋഷഭദേവൻ ആ വിഷ്ണു തന്നെയാണ്, ശ്രീഹരി തന്നെയാണ് വന്നിരിക്കുന്നത്, അവതാരമായി വന്നിട്ട്. ഇപ്പം വരുമ്പം തന്നെ എന്തുണ്ട്? എല്ലാ സർവേശ്വര ലക്ഷണത്തോടും കൂടിയാണ് വന്നിരിക്കുന്നത്. സമത, ശാന്തത, വിരക്തി. വിരക്തി എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളോടൊന്നും അറ്റാച്ച് ചെയ്യാതെ അണിമാതി സിദ്ധികള്, എല്ലാത്തരം, അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടിയാലുള്ള കഴിവുകൾ, ആ രൂപത്തില് സമസ്ത സമ്പത്തുകളുടെയും അതീതൻ. അതായത് എല്ലാ സമ്പത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായത് അതെല്ലാം ആരുടേതാണ്? ശ്രീഹരിയുടേതാണ്. അപ്പൊ അതിൻ്റെ വക്താവ് എന്ന നിലയിൽ നാൾക്കുനാൾ വളർന്നുകൊണ്ടിരിക്കുന്ന, അപ്പോൾ ഓരോ ദിവസം വളർച്ച പ്രാപിക്കും തോറും അവനിലുള്ള ഈ ഗുണങ്ങൾ പ്രകടമായി വരികയാണ്. ആ രാജകുമാരന്മേ, മന്ത്രിമാർ, സേനാനായകന്മാര്, പ്രഭുക്കള്, ബ്രാഹ്മണര്, ദേവന്മാര് എന്നിവരെല്ലാം ഈ ഭൂതലത്തെ സംരക്ഷിക്കുന്നവനായിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പം വളർന്നു വരുമ്പം തന്നെ അവർക്കെല്ലാം മനസ്സിലായി ഇവൻ ഭൂതലത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇനി 2 അതിശ്രേഷ്ഠമായ കവികളുടെ വർണ്ണനകൾക്ക് വിധേയമായ ശരീരത്തോടുകൂടി. അപ്പൊ കവികളെല്ലാം അദ്ദേഹത്തിന്റെ ആ വളർച്ചയിൽ ആ കവികളെല്ലാം ആ ശരീരത്തെ തന്നെ വർണ്ണിച്ചു എന്ന് പറയുകയാണ്. അത്രയും ശാരീരിക സൗന്ദര്യത്തോടു കൂടിയാണ് അവൻ ജനിച്ചിരിക്കുന്നത്. ഓജസ്സുണ്ട്, ബലമുണ്ട്, യശസ്സുണ്ട്, വീര്യമുണ്ട്, ശക്തിയുണ്ട്, എല്ലാം എന്നിവ എല്ലാം കൊണ്ടും ഇതെല്ലാം ഉൾക്കൊള്ളുന്നവനായതിനാൽ ഈ ഗുണങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് അവനെ ഋഷഭവം എന്നാണ് നാമകരണം ചെയ്തത്. ആ ഒരു അർത്ഥം വരുത്തത്തക്കൊണ്ടുള്ള നാമകരണമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പൊ ഇന്ദ്രൻ എപ്പോഴും ഒരു അസൂയയാണ്. ആരെങ്കിലും വളരെ നല്ല നിലയിൽ വരുമ്പോൾ ഇന്ദ്രൻ, അത് കഥയിലെപ്പോഴും അങ്ങനെ പറയും, ഇന്ദ്രനെ കാട്ടി മുകളിൽ ആരും നിൽക്കാൻ പാടില്ല. ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ കാട്ടി മുകളിൽ മാതിരിയാണ്. അതുകൊണ്ട് ഇന്ദ്രന് പോലും ഒരു അസൂയ തോന്നി എന്ന നിലയിൽ ഇവിടെ ഒരു കാര്യം പറയുന്നതായിട്ട് കണ്ടാൽ മതി. ദേവേന്ദ്രൻ എന്തായിട്ട് മത്സര ബുദ്ധിയോടെ അവിടെ നാട്ടിൽ 24 മഴ പെയ്യിച്ചില്ല. ഇന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ നാട്ടിൽ വരൾച്ച ഉണ്ടാക്കി. എന്നാ പിന്നെ നോക്കാലോ എന്നുള്ള നിലയിൽ. എന്നാൽ ഭഗവാനായ ഋഷഭദേവൻ എന്ത് ചെയ്തു? അതറിഞ്ഞ് നന്നായി ഒന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ യോഗമായാൽ അജജാതം എന്നു പേരായ സ്വരാഷ്ട്രമണ്ഡലത്തിലാകെ മഴ പെയ്യിച്ചു. അദ്ദേഹത്തിൻ്റെ ദിവ്യ കഴിവ് കൊണ്ട് അവിടെ മഴ പെയ്യിപ്പിച്ചു എന്ന് പറയുകയാണ്. അത്രയും പണ്ഡിതനാണ്. അതായത് ഇന്ദ്രനെക്കാട്ടി മുകളിലാണ്. കാരണം ആ വിഷ്ണു തന്നെയാണ്. വിഷ്ണുവിന് പകരം ഒരാളില്ലാത്തതുകൊണ്ട് വിഷ്ണു ദ്വയമല്ല, ഏകമാണ്. അതുകൊണ്ട് വിഷ്ണു തന്നെ വന്നതാണ്, അവതരിച്ചിരിക്കുകയാണ് ഈ ഭാരതവർഷം എന്ന് പറയുന്ന ആ ദേശത്തിൽ.
അപ്പം എങ്ങനെയാണ് മഴ പെയ്യിപ്പിച്ചതെന്നുള്ളത് നമുക്ക് സംശയം തോന്നാം. ഇങ്ങനെ ഇന്ദ്രനല്ലേ മഴ ഇതെന്താണ് ദിവ്യ കഴിവ് എന്നെല്ലാം നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ ആ ശ്രീഹരിയാണ് എല്ലാമായി മാറിയതും എല്ലാറ്റിലൂടെയും വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മളോട് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനായി തീർന്നതും ആ ശ്രീഹരിയാണ്. എന്നിനുള്ളിൽ ഇരുന്നു കൊണ്ട് എന്നെ കൊണ്ടെന്ത് ചെയ്യിപ്പിക്കുന്നതും ശ്രീഹരിയാണ്. ഇപ്പം നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത് ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. അർജുനൻ ഭീഷ്മരെ കൊല്ലാതെ നിന്നപ്പോൾ കൃഷ്ണൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നീയൊന്നും അല്ല കൊല്ലുന്നത്, മുമ്പേ കൊന്നു കഴിഞ്ഞതാണ്, നീ പിന്നെ ഒരു നിമിത്തമാരിയാണ് നിൽക്കുന്നതേ ഉള്ളൂ. അതുപോലെ സൂര്യൻ്റെ പ്രകാശം ജ്വലിക്കുന്നതും ആ ശക്തിയാലാണ്. സൂര്യന് പ്രകാശം കിട്ടുന്നതും അല്ലാതെ സൂര്യനായിട്ടൊന്നുമില്ല. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇന്ദ്രൻ ചെയ്യുന്നതും ആ ശക്തി തന്നെയാണ് ഇന്ദ്രനായിട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആ ശ്രീഹരിയാണ്, അല്ലാതെ ഇന്ദ്രനൊന്നുമല്ല. ഇന്ദ്രൻ അവിടെ ഒരു നിമിത്തം മാത്രമാണ്. അപ്പം ഇന്ദ്രൻ മഴ പെയ്യിപ്പിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് ശ്രീഹരി എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതാത് സ്ഥലത്ത് മഴ പെയ്യാനാണെങ്കിൽ ഇന്ദ്രൻ ഇല്ലെങ്കിലും മഴ പെയ്യേണ്ടത് മഴ പെയ്യും. ആ തത്വം പറയാൻ വേണ്ടിയാണ് ഇവിടെ ഇത് പറഞ്ഞത്. അപ്പം ഭാരതദേശം അത്രയും ഭഗവാന് പ്രിയപ്പെട്ട ദേശമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ 4 ഇനി എന്താണ് പറയുന്നത് നോക്കാം. 4 പറയുകയാണ്, നാഭിയാകട്ടെ, നാഭി ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പുത്രനെയാണ്. അപ്പോൾ നാഭി ആവശ്യപ്പെട്ടത് അതേപോലെയുള്ള ഒരു പുത്രനെയാണ്. അപ്പോൾ അതേപോലെയുള്ള പുത്രനാണല്ലോ എല്ലാ കഴിവുള്ള കിട്ടിയെന്ന് പറയാൻ വേണ്ടി ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാഭി താൻ ആഗ്രഹിച്ച തരത്തിലുള്ള പുത്രനെ ലഭിച്ചതിനാൽ ആ പുത്രന്റെ ഗുണഗണങ്ങളെല്ലാം കണ്ട് സന്തോഷിച്ചിട്ട് അദ്ദേഹം വിവശനായി എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്, കാരണം ഇത്രയും കഴിവുള്ള ഒരു പുത്രനെ കിട്ടുന്നതിന് അദ്ദേഹം പോലും വിവശനായിപ്പോയി, അന്തം വിട്ടുപോയി, മായക്ക് അതീതനായി. അയാളെല്ലാം മായയിൽപ്പെട്ട് ജീവിക്കുന്നതാണല്ലോ. അദ്ദേഹം സാക്ഷാൽ ആദിപുരുഷനായ ഋഷഭദേവനെ, അപ്പൊ ഈ കുട്ടിയെ ഉണ്ണി മോനെ എന്നെല്ലാം വിളിച്ചിട്ട് മോനായിട്ട് വിൽക്കേണ്ട സന്തോഷത്തില് ഇടറിയ വാക്കുകളുടെ അടുത്തിരുത്തി താലോലിച്ചു എന്നെല്ലാമാണ് പറയുന്നത്. എന്നിട്ട് 5 ജനാഭിപ്രായം പ്രമാണമായി ഭരിക്കുന്ന രാജാവ് ആര്? ഈ നാഭി. ജനങ്ങളുടെ അഭിപ്രായം, ജനത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം ഭരിക്കുക. അപ്പൊ അത്രയും നല്ലൊരു രാജാവാണ്. പുരവാസികൾ മറ്റുള്ളവരുടെ എല്ലാം താല്പര്യം മനസ്സിലാക്കി. അപ്പൊ അവർക്കെല്ലാം താല്പര്യമുണ്ട് ഇവൻ രാജാവായി കിട്ടിയ മതിയായിരുന്നു. മര്യാദ സംരക്ഷണ വിഷയത്തിൽ, ധർമ്മങ്ങളും ധർമ്മമര്യാദ സംരക്ഷണ വിഷയത്തിൽ. അപ്പൊ ആദ്യം ധർമ്മം, അവിടെ ഒരു ഏത് ദേശത്തിലുണ്ടെങ്കിലും ആദ്യം നിയമങ്ങളാണ് വേണ്ടത്. മനുഷ്യര്, രാജാക്കന്മാര്, അവിടെയുള്ളവർ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ധർമ്മമാർഗം ഉപദേശിക്കുക. അതിൻ്റെ ചുമതലക്കാരനായിട്ടാണ് ഇവനെ ആ ദേശത്തെ ഏൽപ്പിക്കുന്നത്. ആ ദേശത്തിൽ എന്ത് വേണം? ധർമ്മം. അപ്പോൾ ആദ്യം സൃഷ്ടിയുടെ മുമ്പിൽ നിയമങ്ങള്, ശരിയായ ധർമ്മങ്ങള്, അതായത് വേദങ്ങള്, ശാസ്ത്രങ്ങള്. സയൻസും ധർമ്മം തന്നെയാണ്. സയൻസ് പറയുന്നതനുസരിച്ച് ഒരു ഏറ്റവും കൃത്യമായിട്ട് കാര്യങ്ങൾ അതേപോലെ നടക്കുന്നതിന് വേണ്ടിയാണ് സയൻസിലാണ്. മാത്സിലാണ് 3 2 കൂട്ടിയാൽ 5 ആവുള്ളൂ. അപ്പോൾ ശരിയായ ധർമ്മം എന്ന് പറയുന്നത് സയൻസ് ശരിയായ ധർമ്മമാണ്. സൃഷ്ടിക്ക് പിന്നിലുള്ള എല്ലാ ശരിയായ തത്വങ്ങളും അതെല്ലാം കൂടിയതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ധർമ്മമര്യാദ സംരക്ഷണ വിഷയത്തിൽ അദ്ദേഹത്തെ രാജ്യത്തിൻ്റെ അഭിഷേകം ചെയ്തു. അതായത് രാജ്യത്ത് ധർമ്മങ്ങൾ അല്ലെങ്കിൽ വേദങ്ങൾ എല്ലാം നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം എന്ന നിലയിൽ അദ്ദേഹത്തെ രാജാഭിഷേകം ചെയ്തിട്ട് ബ്രാഹ്മണന്മാരുടെ ഇടയിൽ ഇരുത്തി. അതായത് വിദ്വാൻമാരായ ബുദ്ധിയുള്ള ആൾക്കാരുടെ, വേദങ്ങൾ അറിയുന്ന, ശാസ്ത്രങ്ങൾ അറിയുന്ന ആൾക്കാരുടെ എല്ലാം
മധ്യത്തിൽ ഇരുത്തി അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ ഇടയ്ക്ക് ഇരുന്നു കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, എല്ലാം നടപ്പാക്കുന്നത്. അപ്പോൾ രാജാവ് നീതി നടപ്പാക്കണ്ടെങ്കിൽ അദ്ദേഹം ബുദ്ധിമാന്മാരുടെ എല്ലാം മധ്യത്തിൽ ഇരുന്നു കൊണ്ട്, അതാണ് മന്ത്രിമാര് മന്ത്രിസഭ എന്നെല്ലാം പറയുന്നത്, അവരുടെ ഇടയ്ക്കിൽ ഇരുന്നു കൊണ്ട് വേണം. നല്ല ജ്ഞാനമുള്ള ആൾക്കാർ ചുറ്റുമുണ്ടെങ്കിലും മാത്രമേ ആ രാജാവിൽ നിന്നും അത്തരം മര്യാദകളെല്ലാം പുറത്തേക്ക് വരികയുള്ളൂ. പിന്നീട് അദ്ദേഹം പത്നി സമേതം ബദ്രികാശ്രമത്തിൽ തീവ്രമായ തപസ്സോടെ നരനാരായണനായ ഭഗവാൻ ശ്രീ വാസുദേവനെ ഉപാസിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ക്രമേണ ജീവൻ മുക്തനായി. അപ്പം പിതാവ് മകനെ രാജ്യഭാരം ഏൽപ്പിച്ച പിന്നെ എന്തെന്നാണ് വാനപ്രസ്ഥവും സന്യാസവും. മക്കൾ വലുതായി കഴിഞ്ഞാൽ മക്കളെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ടോളണം. അതാണ് വേദങ്ങളുടെ തത്വം. പിന്നെ അവിടെ ചുറ്റിക്കറങ്ങി നിൽക്കരുത്. മക്കൾ വലുതായ എല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമാകണം. ഇതിൽ 6 പറയുകയാണ്, രാജാവും ഋഷിയുമായ നാഭിയുടെ അത്തരം കർമ്മത്തെ മറ്റാർക്കാണ് അനുകരിക്കാൻ പറ്റുക? ആർക്കും അനുകരിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഉത്തരവാദിത്വം, ജനങ്ങളുടെ അഭിലാഷം മനസ്സിലാക്കിക്കൊണ്ട് അവനുള്ള കഴിവായുള്ള പ്രായമായി എന്നെല്ലാം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം സ്ഥലം വിട്ടുപോയി. അത് എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യം അല്ല. അദ്ദേഹത്തിൻ്റെ ഭക്തി വിശുദ്ധിയിലാണ് ശ്രീഹരി പുത്രഭാവത്തിൽ അവതരിച്ചത്. അത്രയും നല്ലൊരു അദ്ദേഹത്തിൻ്റെ ഭക്തിഭാവം, ആ ശ്രീഹരിയോടുള്ള ഭക്തി. അദ്ദേഹം ചെയ്യേണ്ട കർമ്മം ശ്രീഹരിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇച്ഛപ്രകാരം ചെയ്യേണ്ടത് ചെയ്തപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയായതുകൊണ്ടാണ് ശ്രീഹരി പുത്രഭാവത്തിൽ അവിടെ അവതരിച്ചത്. 7 ഇത് തന്നെയാണ് പറയുന്നത്, നാദ്യ രാജാവിനേക്കാൾ ബ്രാഹ്മണ ഭക്തിയോടെ വേറെ ആരുണ്ട് ഇവിടെ? ബ്രാഹ്മണ ഭക്തി എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിയോടുകൂടിയും, എന്താണ് ഏറ്റവും ഉയർന്ന ജ്ഞാനം? എന്താണ്? നമ്മുടെ പിന്നിലെല്ലാം ഉള്ളത് ആ ശക്തി വിശേഷമാണ്. ആ ശക്തി വിശേഷമാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. നമ്മളെ ചില കർമ്മങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടി ചെയ്തു കൊടുക്കണം. ഇതാണ് ബ്രാഹ്മണ ബുദ്ധി. നാം ആ ശക്തി വിശേഷത്തിൻ്റെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ശക്തി വിശേഷം, ആ ചിന്താധാരയോടുകൂടി പോകുന്നതാണ് ബ്രാഹ്മണ ബുദ്ധി. അല്ലാതെ എനിക്ക് എന്ന് പറഞ്ഞു പോകുന്നതല്ല. അദ്ദേഹമാണ് യജ്ഞം നടത്തിയത് നല്ലൊരു പുത്രനെ കിട്ടാൻ വേണ്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ യജ്ഞത്തിൽ വെച്ച് വിശിഷ്ട ദക്ഷിണയോടെ ആരാധിതരായ ബ്രാഹ്മണർ, അദ്ദേഹം ബുദ്ധിമാന്മാരെ എല്ലാം അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ആരാധിച്ചു. ബ്രാഹ്മണരായ ബുദ്ധിമാന്മാരായവരെ എല്ലാം ആരാധിച്ചത് കൊണ്ട് യജ്ഞത്തിന്റെ ഫലം നൽകുന്ന ശ്രീഹരിയെ മന്ത്രത്താൽ അവരെല്ലാം കൂടിയിട്ട് പ്രത്യക്ഷമാക്കി കാട്ടിക്കൊടുത്തുപോൽ എന്ന് പറയുകയാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെ ഗുണം കൊണ്ടാണ് ശ്രീഹരിയെ ഇവർക്ക് ഋത്തിക്കുകൾക്ക് യജ്ഞം നടത്തിയിട്ട് ശ്രീഹരിയെ പ്രത്യക്ഷമാക്കി കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തെ രാജാവ് അത്ര നല്ല ആളാണെങ്കിൽ ആ ലോകത്തെ, ആ ദേശത്തെ സ്വർഗത്തിന് സമാനം ഉയർത്തി, ബ്രഹ്മലോകത്തിന് അല്ലെങ്കിൽ വിഷ്ണു ലോകത്തിന് സമാനം ഉയർത്തി ആ സമാനമായ നിലയിലേക്ക് എത്തിക്കുവാൻ കഴിയും. വിഷ്ണു പോലും ഇറങ്ങി വരും ഇനി 8. പിന്നെ ഋഷഭദേവൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ പരിപാലിക്കുന്ന അജനാഭവർഷം എന്ന ഭൂമണ്ഡലത്തെ, അദ്ദേഹത്തിൻ്റെ ആ ദേശത്തെ, അല്ലെങ്കിൽ ആ മരുത്തിനെ എന്ന് വേണമെങ്കിൽ ആ മരുദേശത്തെ, നമ്മുടെ ഭൂമിയിലുള്ള ആ പ്രദേശത്തെ, ആ മരുത്തിനെ കർമ്മഭൂമിയാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ലോകശിക്ഷണാർത്ഥം ആദ്യം അദ്ദേഹം ലോകശിക്ഷണാർത്ഥം ഗുരുകുലവാസത്തോടുകൂടി, ഇപ്പം മനുഷ്യരിൽ എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ ജീവിക്കണമെന്നുള്ള ഒരു വ്യവസ്ഥിതിയാണ് അവിടെ ഉണ്ടാക്കി വെക്കുന്നത്. ആദ്യം എന്താണ്? ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഈ തത്വത്തിൽ വേണം. അതായത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ചെറുതിൽ പഠിക്കണം, ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുക, അങ്ങനെ ഒരു സിസ്റ്റം. അതായത് കർമ്മഭൂമിയാക്കിക്കൊണ്ട് ലോകശിക്ഷണാർത്ഥം ലോകത്തെ പഠിപ്പിക്കുവാൻ
എന്താണ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന്. ഗുരുകുലവാസത്തോടുകൂടി ആദ്യം പഠിക്കാൻ പോയി. അതാണ് ബ്രഹ്മചര്യം. ഗുരുകുലവാസത്തോടുകൂടി ഗുരുവിൻ്റെ കീഴിൽ പോയി പഠിച്ചിട്ട് ഗുരുവിന് ദക്ഷിണ നൽകിക്കൊണ്ട്, ഗുരു പഠിച്ചു കഴിഞ്ഞാൽ ഗുരുക്കന്മാർ എന്തേ പാടുള്ളൂ? ദക്ഷിണ കൊണ്ട് ജീവിക്കണം, അല്ലാതെ പൈസക്ക് വേണ്ടി പഠിപ്പിക്കരുത്. അർഹതയുള്ളവരെ പഠിപ്പിക്കുക, കുട്ടികൾ ദക്ഷിണ അവർക്ക് കഴിയുന്നത് നൽകുക. ദക്ഷിണ നൽകിക്കൊണ്ട് ആചാര്യന്മാരുടെ അനുവാദത്തോടുകൂടി. അപ്പം പഠിക്കാനുള്ളത് അവൻ പഠിച്ചതിൻ്റെ ശേഷം ഗുരുനാഥൻ പറയും, ശരി നീ പഠിക്കേണ്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞു, നിനക്ക് വേണ്ടതെല്ലാമായി, നീ ഇനി നിന്റെ ധർമ്മം എന്താണ്? ഗൃഹസ്ഥാശ്രമധർമ്മം. കല്യാണമെല്ലാം കഴിച്ച് കുടുംബം പോറ്റണം. അപ്പം ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലേക്ക് പ്രവേശിച്ചു. ഗൃഹസ്ഥാശ്രമന്മാരുടെ ധർമ്മങ്ങളെ ലോകത്തിന് ഉപദേശിക്കുവാനായി. അപ്പം ഇവർ ചെയ്യുന്നത്, ഈ വിഷ്ണു അവതരിച്ചിട്ട് അദ്ദേഹം ഏതായിട്ട് വൃഷഭദേവനായിട്ട് അവതരിച്ചിട്ട് ഒരു വഴി ജീവിതക്രമം ലോകത്തിൽ സൃഷ്ടിക്കുകയാണ്. ആര് ജനിച്ചാലും കുട്ടിയായിരിക്കുമ്പോൾ പഠിക്കുക, ഗുരുനാഥനിൽ നിന്ന് വേണ്ട വിദ്യ നേടിയതിൻ്റെ ശേഷം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിൻ്റെ ശേഷം ഗുരുനാഥൻ പറയും, ശരി നീ ഇനി കുടുംബം പോയിട്ട് കുട്ടികളെല്ലാം ഉണ്ടാക്കണം. ഇപ്പം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുന്നു. അദ്ദേഹം ചെയ്യുന്ന വഴികളാണ് ആര് പിന്തുടരുക? പിന്നെ തലമുറകൾ പിന്തുടരുക. നമ്മൾ പിന്തുടരുന്ന ലോകത്തെല്ലാവരും പിന്തുടരുന്ന ഇത് തന്നെയാണ്. ചെറുതിൽ പഠിക്കൽ തന്നെയാണ്, പിന്നെ കല്യാണം കഴിക്കൽ തന്നെയാണ്, ജോലി ചെയ്യലാണ്. ഇപ്പം എന്താ ചെയ്ത? ഗൃഹസ്ഥാശ്രമന്മാരുടെ ധർമ്മങ്ങളെ ലോകത്തിന് ഉപദേശിക്കുവാനായി. അതായത് ഇവര് ഈ ഋഷഭൻ ചെയ്യുന്ന രീതിയിൽ വേണം ഈ ലോകത്തിലുള്ള എല്ലാവരും അവരുടെ ജീവിതകാലം ചെലവഴിക്കുവാൻ. അപ്പോൾ എന്ത് വേണം? ലോകത്തിന് ഉപദേശിക്കുവാനായി ശാസ്ത്രനിഷ്ഠമായ കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച ചെറുതിൽ ബ്രഹ്മചര്യം കാലഘട്ടത്തിൽ ഗുരുവിൽ നിന്നും പഠിച്ച ശാസ്ത്രങ്ങൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മമനുഷ്ഠിക്കണം. ഗൃഹസ്ഥാശ്രമത്തിൽ പഠിച്ചത് പ്രയോഗിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമം. ആ പഠിച്ച വെച്ച് ജോലിക്ക് പ്രവേശിക്കുക. അതേസമയം കല്യാണം കഴിക്കണം. ഇന്ദ്രനായി കൊടുത്തുവിട്ട ജയന്തി എന്ന ഭാര്യയിൽ അതേസമയം അവന്റെ ജോലി തന്നെയാണ്, ഇന്ദ്രനാണ് കൊടുത്തുവിടുന്നത്. അപ്പൊ അവൻ തോന്നുന്ന മാതിരി പെണ്ണ് കണ്ട് കെട്ടുന്നതല്ല. നമുക്ക് ഓരോരുത്തർക്കും ജനിക്കുമ്പം തന്നെ ഇന്ന കാലത്ത് കല്യാണം കഴിക്കണം, അതിനുള്ള പെൺകുട്ടിയെയും അത് തന്നെയാണ് കൊണ്ടുതരുന്നത്. അതാണ് ഇന്ദ്രനായി കൊടുത്തുവിട്ട ജയന്തി എന്ന ഭാര്യ. എന്തിനു വേണ്ടിയാണ്? അപ്പം അതൊന്നും ഇവൻ തന്നെ പോയി കണ്ടെത്തുന്നതല്ല. ഓരോ ആൾക്കും എന്തിനു വേണ്ടിയാണ്? കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി. നാളെ ലോകത്തിൽ കർമ്മം ചെയ്യാനുള്ള കുട്ടികൾ ഉണ്ടാകണം. ആ കുട്ടികൾക്കപ്പം ഒരു ഗുണം വേണം. ആ ഗുണം അച്ഛനും അമ്മയിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പൊ അതിന് യോജിച്ച അച്ഛനും അമ്മയും വേണം യോജിപ്പിക്കാൻ. അതാരാണ് തീരുമാനിക്കുന്നത്? നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? അവളോടൊരു ഇഷ്ടം തോന്നും, അല്ലെങ്കിൽ അന്വേഷിച്ചടക്കുമ്പോൾ ഇത് കൊള്ളാം എന്ന് തോന്നി കെട്ടുന്നു എന്നതിൽ കവിഞ്ഞ് തീരുമാനമെല്ലാം വേറെയാണ്. അപ്പൊ ഇന്ദ്രനാൽ കൊടുത്തയക്കപ്പെട്ട ജയന്തി എന്ന ഭാര്യയിൽ, എന്തിനാണ് ജയന്തി എന്ന ഭാര്യയിൽ വിവാഹം കഴിക്കുന്നത്? തനിക്ക് തുല്യരായ, അതായത് തനിക്ക് തുല്യരായ, അപ്പൊ എൻ്റെ ജനിതക ഘടനയ്ക്ക് യോജിച്ച കുട്ടികളാണ് വരിക. എൻ്റെ ജനിതക്ക് അല്ലെങ്കിൽ ഭാര്യയായി തിരഞ്ഞെടുക്കുന്ന സ്ത്രീയും കൂടിയ ജനിതക ഘടനയിലുള്ള ക്വാളിറ്റിയുള്ള, അതുകൊണ്ടാണ് തനിക്ക് തുല്യരായ 100 പുത്രന്മാരെ ജനിപ്പിച്ചു. അപ്പം അവരിലൂടെ ഒരു സൃഷ്ടിക്രമം ഉണ്ടാക്കി വെച്ചു. മനുഷ്യരാദ്യം പഠിക്കണം, വിവാഹം കഴിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ശ്രീഹരിയാണ്. ആരെ കെട്ടണമെന്നും അതിൽ നിന്നും ഏത് തരം കുട്ടികൾ, സ്വഭാവമുള്ള കുട്ടികൾ വരണമെന്നെല്ലാം തീരുമാനിച്ചിട്ട് ഒരു 100 പുത്രന്മാരെ ജനിപ്പിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ക്രമമാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ ക്രമത്തിലൂടെ ജനം പെരുകും എന്ന് പറയാൻ വേണ്ടിയാണ് 100 പുത്രന്മാരെന്ന് പറഞ്ഞത്. ഈ പുത്രന്മാർ എന്ന് പറയുന്നത്
പല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പുത്രന്മാരെയാണ് ജനിപ്പിക്കേണ്ടത്. കാരണം പലവരും പല കർമ്മങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പൊ അതിനനുസരിച്ച പുത്രന്മാരെയാണ് ജനിപ്പിക്കുക. അല്ലാതെ ഏതെങ്കിലും തോന്നുന്ന മാതിരിയുള്ള പുത്രന്മാരെ ജനിപ്പിച്ചിട്ട് കാര്യമില്ല. 100 പുത്രന്മാരെ ജനിപ്പിച്ചിട്ട് ഈ 100 പുത്രന്മാരിൽ ഓരോ ആളും ഏത് ക്വാളിറ്റി ഉള്ളതാണ്, എന്ത് കർമ്മം ചെയ്യാനുള്ളതാണെന്നും അവിടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ആ ഭഗവാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ 100 പുത്രന്മാരെ പറഞ്ഞിട്ട് ആ 100 പുത്രന്മാർ ഇനി ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് പറയാൻ പോവുകയാണ്. അതായത് അതെല്ലാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ കൈമലല്ല, ആരുടെ വ്യക്തികളുടെ കൈമലല്ല, ശ്രീഹരിയുടെ കൈമലാണുള്ളത്. അതുകൊണ്ട് ശ്രീഹരി തന്നെയാണ് വന്നിട്ട് ഇതെല്ലാം ജയിക്കുന്നത്. നമ്മളിലും എല്ലാം എനിക്കെന്ത് സ്വഭാവമാണെന്ന് തീരുമാനിച്ചത് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും യോജിപ്പിച്ച ഇതിനനുസരിച്ചാണ്. എൻ്റെ അച്ഛൻ വേറെ സ്ത്രീയെയാണ് വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ അതിലൂടെ എനിക്കുണ്ടാകുന്ന ഗുണങ്ങൾ വേറെയായിരിക്കും. ഈ ഗുണം കെട്ടാൻ വേണ്ടിയിട്ടാണ് അവരെ യോജിപ്പിച്ച് എന്നിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ്. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ 100 ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇനിയുള്ളതിലെന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ 100 പേരും 100 സ്വഭാവത്തിലുള്ളവരാണ്. അവർക്കോരോ ധർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം 100 പേരെ ജനിപ്പിച്ചു. ഇനി 9. അതിൽ മൂത്തപുത്രനായ ഭരതനാകട്ടെ മഹായോഗിയും വിശേഷ ഗുണങ്ങളോട് കൂടിയവനും ആകയാൽ അയാൾ മൂലമാണ് ഈ ഭൂമിക്ക് ഭാരതം എന്ന പേര് വന്നത്. അപ്പം മൂത്തവനിലൂടെയാണ് ഈ ദേശം ഭാരതം എന്ന ദേശം എന്ന നേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത് ഭരിക്കുവാനായി ഈ ദേശങ്ങളെ ഭരിക്കുവാൻ കെൽപ്പുള്ള ഒരു പുത്രനുണ്ടായി, നീതിമാനായ ഒരു പുത്രനുണ്ടായി. അവരിലൂടെയാണ് സൃഷ്ടിക്രമം വരുന്നത്. അതുകൊണ്ട് അതിന് ഭരതൻ എന്ന പേരായതുകൊണ്ടാണ് ഈ ദേശത്തിന് ഭാരതം. അദ്ദേഹം വാണ ആ മരുത്തുക്കൾ എന്ന സ്ഥലത്തിന് ഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദേശമല്ല, കംപ്ലീറ്റ് ആ സ്ഥലമാണ്. എന്നിട്ട് 10 മുതൽ 12 വരെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിട്ട് ജനിച്ചവരുടെ പേരുകൾ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ 9 സഹോദരന്മാരുടെ പേര് പറയുകയാണ്. കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മവർത്തൻ, മലയൻ, കേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പൃക്ക്, വിദർഭൻ, കീകടൻ എന്നിങ്ങനെയാണ് ബാക്കി 9 പേർ. അപ്പോൾ 9 10. അപ്പം 100-ൽ 10 എണ്ണമായി. അപ്പോൾ 10 എണ്ണമെല്ലാം ഓരോ പ്രത്യേക കാറ്റഗറിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാലഘട്ടത്തിനനുസരിച്ച് സൃഷ്ടി നടത്തുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബാക്കി എത്ര പേരുണ്ട്? 90 പേര്. അവരും പ്രമുഖരാണെന്ന് പറയുകയാണ്. ഇനി പിന്നെയുള്ള കവി, ഹരി, അന്തരിക്ഷൻ, പ്രബുദ്ധൻ, പിപ്പിലയൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നീ 9 പേർ ഭഗവത് ഭക്തരാണ്. അപ്പം പിന്നെയുള്ള 90-ലും ഈ 9 പേര് ഭഗവത് ഭക്തരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞാനങ്ങൾ, വേദങ്ങൾ, അറിവുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളവരാണ്. അപ്പം ഓരോ വിഭാഗങ്ങളെയും ഒന്ന് രാജാവായിട്ട് പിന്നെയുള്ള കുറേ പേര് പറഞ്ഞു. അവരെല്ലാം പിന്നെ വേറെ കഥയിലൂടെ പറയും. പിന്നെ വേദങ്ങളെല്ലാം കൈകാര്യം ചെയ്യാം. അതാണ് ഭഗവത് ഭക്തർ. അവർ ധർമ്മമാർഗം ശരിയായ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം, തത്വങ്ങളെല്ലാം അതിൽ എങ്ങനെയാണ് ലോകം മുന്നോട്ടേക്ക്, അതാണ് ധർമ്മമാർഗം. ആ ശക്തി തീരുമാനിച്ച മാർഗം അത് കാട്ടിക്കൊടുത്തവരാണ്. ഭഗവത് മാർഗത്തിലൂടെ ശാന്തി മാർഗത്തിലേക്ക് നയിക്കുന്നതുമായ അവരുടെ ചരിത്രം വാസുദേവരുടെയും നാരദമുനിയുടെയും സംഭാഷണ രൂപത്തിൽ
അങ്ങനെ ഇവർ തമ്മിലുള്ള സംഭാഷണ രൂപത്തിൽ ഈ ദേവന്മാരുടെ അതായത് കഥ രൂപത്തിലല്ല അവര് ലോകത്തിൽ പ്രചരിപ്പിച്ചു. പിന്നെ എത്ര പേരുണ്ട്? 13 പറയുകയാണ്. പിന്നെ 81 പേരുണ്ട് ഇളവരായിട്ട്. ജയന്തി പുത്രന്മാരായിട്ട് 100 പേരാണല്ലോ. അപ്പം പിന്നെയും 9 പറഞ്ഞിട്ട് ഇനി 81 പേരുടെ പറയണം. അവർ പിതാവിൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്നവരും വിനയസമ്പന്നരും വേദാധ്യയനം ചെയ്തവരും യജ്ഞാനുഷ്ഠാനങ്ങൾ നടത്തിയവരും കർമ്മത്താൽ ചിന്താശുദ്ധി വരുത്തിയവരുമാണ്. അപ്പോൾ മറ്റുള്ളവരെല്ലാം ബ്രാഹ്മണരായിട്ട് നമുക്ക് കാണണമെങ്കിലും, അതായത് ബുദ്ധി ഉപയോഗിച്ചൊരു വേദങ്ങളെ എല്ലാം പ്രചരിപ്പിക്കുന്ന ആൾക്കാരായിട്ട് നേരത്തെ 9 കാണാമെങ്കിൽ, ഈ 81 ചിലര്, ഈ 81 പേര് എങ്ങനെയുള്ളവരാണ്? പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് വിനയസമ്പന്ന ഗുണം പറഞ്ഞതാണ്. വേദാധ്യയനം ചെയ്യുക, വേദങ്ങൾ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ട് വൈശ്യശൂദ്രർ എന്നെല്ലാം പറയുന്ന വിഭാഗത്തിലേക്ക് വരിക. വേദങ്ങളെല്ലാം പഠിച്ചിട്ട് എന്ത് വേണം? യാഗാനുഷ്ഠാനങ്ങൾ നടത്തുന്നവരും. ബാക്കിയുള്ളവരെല്ലാം ലോകത്തിൽ കർമ്മം ചെയ്യാൻ, ലോക പുരോഗതിക്ക് കർമ്മം ചെയ്യുന്നവരാണ്. രാജാവ് ആദ്യം ഉണ്ടാകണം. അതിനുശേഷം കുറെ ആൾക്കാരെ പറഞ്ഞു വെച്ചു. അത് ചിന്തകരും മറ്റുള്ളതായിട്ട് ആ കഥ വേറെ പറയും. പിന്നെയുള്ളൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ വേദങ്ങളെല്ലാം വേദപണ്ഡിതര്, ശാസ്ത്ര ലോകം കൈകാര്യം ചെയ്യുന്നവര്, അവരെ ബ്രാഹ്മണര് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ളവർ ഈ പഠിപ്പിച്ച വേദങ്ങളെല്ലാം പഠിച്ചിട്ട് പ്രയോഗത്തിൽ വരുന്നവരും എല്ലാമാണ്. അവരെല്ലാം വേദ അധ്യയനം ചെയ്യുന്നു. വേദം അധ്യയനം ചെയ്യാന്നുള്ളത് സയൻസും കോളേജിലെല്ലാം പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പഠിച്ചിട്ട് യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യുക. അതിനനുസരിച്ച് ലോക പുരോഗതിക്കായിട്ട് കർമ്മം ചെയ്യുക, ശുദ്ധ ചിന്താഗതിയോടുകൂടി. ഇനി 14 എന്നിട്ട് ഈ ഋഷഭനെ പറ്റി പറയുകയാണ്. ഋഷഭൻ എന്നത് നമുക്കറിയാലോ, ഒരു കഥാപാത്രമായിട്ട് ബ്രഹ്മം തന്നെ വന്നിട്ടാണ് ഇവിടുത്തെ എങ്ങനെയെല്ലാം ലോകം പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. സൃഷ്ടിയല്ല, ഏത് റേഷ്യോയില് മനുഷ്യരുണ്ടാകണം. ബുദ്ധിമാന്മാർ കുറച്ചേ വേണ്ടുള്ളൂ, പിന്നെ രാജാക്കന്മാരായിട്ട് കുറച്ചാളേ വേണ്ടുള്ളൂ, ബുദ്ധിമാന്മാർ കുറച്ചായിരക്കട്ടിയും വേണം. പിന്നെ വേദങ്ങൾ പഠിച്ചിട്ട് പ്രയോഗിക്കുന്ന എഞ്ചിനീയർ, ഡോക്ടർമാർ, മറ്റുള്ള ജോലികൾ, വ്യവസായം നടത്തുന്നവർ, അവർ ഇതെല്ലാം കുറേ വേണം. അതാണ് വൈശ്യർ എന്ന് പറയുന്നത്. പിന്നെ സേവകർ. അങ്ങനെ ഒരു ക്രമം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ തരത്തിലാണ് ജനങ്ങളെ സൃഷ്ടിക്കുന്നത്. ഈ ലോകത്തിലെ എല്ലാം ബുദ്ധിമാന്മാരായിട്ട് ചിന്തിക്കുന്നവർ മാത്രമായിട്ട് സൃഷ്ടിച്ചാൽ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും വേണം. ഒരു റേഷ്യോയിലാണ് ഈ സൃഷ്ടിക്രമം ചെയ്യാൻ ഒരു വ്യവസ്ഥിതി അവിടെ ഉണ്ടാക്കി എന്ന നിലയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ മനുഷ്യരൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കഥാപാത്രങ്ങളായിട്ട് ഇങ്ങനെയൊരു വ്യവസ്ഥിതിയാണുള്ളത്. ലോകത്തില് രാജാവ് എന്നൊരാൾ വേണം, നയിക്കാനൊരു വിഭാഗം വേണം, അത് കുറച്ചാണ്. പിന്നെ ബുദ്ധിമാന്മാർ വേണം, പുതിയ ഗവേഷണങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള അപാര ബുദ്ധിയുള്ളവരെ വേണം. പിന്നെ കണ്ടെത്തിയ വേദങ്ങളെയെല്ലാം പഠിപ്പിക്കുവാൻ, ശാസ്ത്രങ്ങളെ പഠിപ്പിക്കാനുള്ള ബ്രാഹ്മണരെ പോലെയുള്ളവർ വേണം. പിന്നെ അത് പഠിച്ചിട്ട് പ്രയോഗത്തിൽ വരുത്തുന്ന ആൾക്കാർ വേണം. ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം റേഷ്യോ അനുസരിച്ച് സൃഷ്ടിക്കുക. ആ ഒരു ചിട്ട ഉണ്ടാക്കി വെച്ചു. അങ്ങനെയുള്ള ഋഷഭ ഭഗവാൻ പൊതുവേ സ്വതന്ത്രനാണ്. അദ്ദേഹം സ്വതന്ത്രനാണ്. അദ്ദേഹത്തെ ഈ കൂട്ടത്തിലൊന്നും കൂട്ടിക്കളയരുത്. നാരദനായിട്ട് ഒന്നും കണ്ടത്. നാരദനെല്ലാം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെല്ലാം അവർക്ക് അവരുടേതായ ആ ബലങ്ങൾക്ക് അവരുടേതായ സൃഷ്ടി ജോലിയുണ്ട്. ഋഷഭൻ എന്നത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഋഷഭൻ സ്വതന്ത്രനാണ്. അദ്ദേഹത്തിന് ഈ ഇവിടെ സൃഷ്ടിക്കുന്ന രാജാവ്, മറ്റേ ബ്രാഹ്മണർ, ഇങ്ങനെയുള്ള സമൂഹവുമായിട്ട് അതിനൊരു ബന്ധവുമില്ലാത്ത ഒരു ശക്തി വിശേഷമാണ് ഋഷഭൻ. അതിന് ഇതിലൊന്നും ഒരർത്ഥവുമില്ല. ആ ബ്രഹ്മം നിർഗുണമാണ്. അത് എന്തിവിടെ സൃഷ്ടി, അത് തീരുമാനിച്ചനുസരിച്ചാണ് ഇവിടെ സൃഷ്ടിയെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നെ ഈ കാര്യത്തിലൊന്നും തലയിടില്ല. ഉദാഹരണമായിട്ട് അംബേദ്കർ ഒരു ഭരണം ഉണ്ടാക്കിയിട്ടെങ്കിൽ, ഒരു ഭരണ വ്യവസ്ഥിതി ഉണ്ടാക്കിയെങ്കിലും അത് ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെ അംബേദ്കർക്ക്
മഹാനായ അംബേദ്കർക്ക് പിന്നെ അതിൻ്റെ അകത്ത് തലയിടേണ്ട ആവശ്യമുണ്ട് ഇല്ല. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിപ്പോകും, ഇതിൽ തലയിടൊന്നുമില്ല. അതുപോലെ കാണണം ഈ ഋഷഭദേവന് ഒരു ശക്തി വിശേഷം, അത് സാക്ഷാൽ ശ്രീഹരി തന്നെയാണ്. ഈ ഭാരതവർഷത്തില്, ഈ ദേശത്തില്, അല്ലെങ്കിൽ ഈ മരത്തില്, നമ്മളുള്ള മരത്തില് ഒരു ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി രൂപകൽപ്പന ചെയ്തു. രാജാവുണ്ടാകണം, കീഴെ ചിന്തകരായ കുറേ പേരുണ്ടാകണം, ബ്രാഹ്മണര് വേണം, അത്ര ഈ റേഷ്യോയിൽ മക്കളെ ഉണ്ടാക്കണം. ബാക്കിയുള്ളവരെല്ലാം പഠിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരായ അങ്ങനെയുള്ള ഒരു അതിനനുസരിച്ചിട്ടുള്ള ഒരു ജനങ്ങളുടെ ഒരു റേഷ്യോ അത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത് സ്വതന്ത്രനാണ്, അതിനെന്തും ചെയ്യാം. ഇതുമായിട്ട് അതിനൊന്നും ബന്ധമില്ല. ശാശ്വതമായി പരിണമിച്ച അനർത്ഥ പരിവാരങ്ങളോട് കൂടിയവരാണ്. അനർത്ഥ പരിവാരങ്ങളോട് അല്ലെങ്കിൽ അനർത്ഥ പരമ്പരകളോട്. അനർത്ഥ പരമ്പരകളോട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മായയിൽപ്പെട്ട് അകപ്പെട്ടു പോകുന്ന ജനങ്ങളാണ്. ഇതിലൊന്നും താല്പര്യമില്ല. അദ്ദേഹം ശാശ്വതമായ അസത്യമാണ്. പക്ഷെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം അദ്ദേഹം തന്നെയാണെങ്കിലും അതൊന്നും മായയിൽ അകപ്പെട്ട, ഇതൊന്നും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒന്ന് തോന്നി ഒരു ലോകം ഉണ്ടാക്കണം എന്ന നിലയിൽ അതിലൊന്നും അദ്ദേഹത്തിന് ഒരു പങ്കും ഇല്ല. അദ്ദേഹം ആരാണ്? വിശുദ്ധ ആനന്ദ സ്വരൂപത്തോടു കൂടിയ ഈശ്വരൻ തന്നെയാണ്. ആ ഋഷഭദേവൻ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പിന്മേലെ വർത്തിക്കുന്ന ആ ശക്തി വിശേഷം ഈശ്വരൻ തന്നെയാണ്. ഇതിലൊന്നും ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും ഒരു ബന്ധവും ഇല്ല. എന്നാലും നമ്മളൊന്നുമല്ല അദ്ദേഹം, ഇവിടെ ഉണ്ടാക്കിയ ഒന്നുമല്ല അദ്ദേഹമെങ്കിലും ഒരു മറ്റൊരുത്തൻ എന്ന രൂപത്തിൽ, അദ്ദേഹത്തിൻ്റെ രൂപത്തിലൊന്നല്ല. അദ്ദേഹം നിർഗുണനാണ്, അദ്ദേഹത്തിന് ഇതിലൊന്നും ഒരു ഗുണമില്ല. പക്ഷെ അല്ലാതെ ആ ഗുണങ്ങളിൽ പ്രകടിപ്പിക്കാതെ മറ്റൊരുത്തൻ എന്ന നിലയിൽ അദ്ദേഹം എന്താണോ ഇവിടെ ആവിഷ്കരിച്ചത് അതെന്തിനു വേണ്ടിയാണെന്ന് പറയുകയാണ്. കർമ്മത്തിൽ സദാ മുഴുകി കാലത്തിന്റെ ഗതിയിൽപ്പെട്ട് കർമ്മത്തെ അറിഞ്ഞുകൂടാത്തവർക്ക്, അപ്പം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ബാക്കിയുള്ള ജനങ്ങളെല്ലാം, മക്കളെല്ലാം കാലത്തിന്റെ ഗതിയിൽപ്പെട്ടിട്ട് കർമ്മത്തിൽ മുഴുകി ജീവിക്കുകയാണ്. അവരെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ കർമ്മം ചെയ്യാനാണ്. അപ്പൊ ആ കർമ്മത്തിൽ എപ്പോഴും അതിൽ മുഴുകി കാലത്തിന്റെ അനുസരിച്ചാണ് കർമ്മം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന സമയം ഇന്ന ചെയ്യണം, ഇന്ന ദിവസം ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ലോകം പുരോഗമിക്കണം, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ മക്കളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് എന്താ അറിയില്ല, ധർമ്മത്തെ അറിഞ്ഞുകൂടാ. അവരെല്ലാം ഞാനെന്ന ചിന്ത വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ ഈ ലോകത്തിലെ ശ്രീഹരിയെ എന്തൊരു ധർമ്മമാണോ ഇവിടെ നടപ്പാക്കിയത് അതിനനുസരിച്ച് ചിന്തിച്ചിട്ട് ചെയ്യാനുള്ള കഴിവുള്ളൊന്നും ഉള്ളവരല്ല അവർ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് ഞാനെന്ന ചിന്ത വെച്ചിട്ട് എനിക്ക് എന്ന ചിന്ത വെച്ചാണ് ചെയ്യുന്നതെങ്കിലും ഉള്ളിൽ കിടന്നുകൊണ്ട് അവരിൽ ഓരോ ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ ഒരു ശക്തി വിശേഷം ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. അപ്പം അത് ഉണ്ടാക്കി വെച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ധർമ്മത്തെ അറിഞ്ഞുകൂടാത്തവർക്ക് തൻ്റെ അനുഷ്ഠാനങ്ങളിലൂടെ മാർഗം കാട്ടിക്കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു മാർഗം കാട്ടിക്കൊടുക്കുവാനാണ് ഈ ഒരു അനുഷ്ഠാനങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടികളാകുമ്പോൾ ചെറുതിൽ പഠിക്കണം, ബ്രഹ്മചര്യം, ബ്രഹ്മത്തെ മനസ്സിലാക്കുക, ശാസ്ത്രത്തെ, ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുക. പിന്നെ ഗൃഹസ്ഥാശ്രമം. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിലെല്ലാം മായയിലകപ്പെട്ട് ജീവിക്കുമ്പോൾ അവർക്കൊരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം പോകണം.
അതാണ് ആ പഴയ ഋഷികളുടെ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ ലോകത്തിൽ എല്ലായിടത്തും, ഭാരതത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയതാണ്. ഇപ്പൊ അമേരിക്കയിലായാലും ചൈനയിലായാലും ഈ അന്ന് നിർദ്ദേശിച്ച ഒരു വഴിയിലൂടെയാണ് മനുഷ്യർ ജീവിക്കുന്നത്. ചെറുതിൽ പഠിക്കും, അത് ഏത് നാട്ടിലായാലും ചെറുത് പഠിക്കുക തന്നെയാണ് ചെയ്യുക. അവനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവൻ എന്താണോ പഠിക്കുന്നത് അത് പഠിക്കും. ഇപ്പൊ കാട്ടിൽ കിടക്കുന്ന മനുഷ്യനാണെങ്കിലും ചെറുതിൽ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അച്ഛൻ ചെയ്യുന്നതും അമ്മ ചെയ്യുന്നതെല്ലാം നോക്കി പഠിക്കുകയാണ് ചെയ്യുക. അന്ന് സയൻസ് ഒന്നും വളർന്നിട്ടില്ലെങ്കിലും അച്ഛനും അമ്മയും എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയെല്ലാം അധ്വാനിച്ചിട്ടാണ്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഭാവിയിൽ അവൻ പഠിക്കുകയാണ് അത് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ കോളേജിലെല്ലാം പോയി പഠിക്കുന്നവരെ പഠിക്കും. എന്നിട്ട് പിന്നെ പെണ്ണ് കെട്ടും, മക്കളെ ഉണ്ടാക്കണം. ആ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ജോലി കണ്ടെത്താൻ ശ്രമിക്കും, പെണ്ണ് കെട്ടും, കുട്ടികളെ ഉണ്ടാക്കും. ഇത് തന്നെ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? മക്കൾ വലുതാകുമ്പോൾ അവർക്ക് വിട്ടുകൊടുത്തിട്ട് വിട്ടുപോകും. ഇത് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറയുന്നു? അദ്ദേഹം തൻ്റെ അനുഷ്ഠാനങ്ങളുടെ, ധർമ്മത്തെ അറിഞ്ഞുകൂടാത്തവർക്ക് തൻ്റെ അനുഷ്ഠാനങ്ങളുടെ, അതായത് അദ്ദേഹം അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചു. മാർഗം കാട്ടിക്കൊടുത്തുകൊണ്ട് സമദർശിയായി, അവിടെ ഒരു വാക്കും കൂടി പറയുന്നുണ്ട്, മനുഷ്യരെല്ലാവരെയും സമന്മാരായിട്ട് കാണണം. എല്ലാം ബ്രഹ്മമാണ്. അല്ല ഉച്ചനീചത്വങ്ങളെ, ജാതി മറ്റൊന്നും പാടില്ല. സമദർശികളായിട്ട് ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം സമദർശികളായിട്ട് അദ്ദേഹം ആ തരത്തിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത് ഫോളോ ചെയ്യുന്നില്ല. നമുക്ക് ജാതിയും മതമെല്ലാണ്. എല്ലാവരെയും പലതായിട്ട് തരംതിരിച്ചിട്ട് തമ്മിൽ തല്ലുന്നതിനാണ് നമുക്ക് താല്പര്യം. കാരുണികനായിട്ട് കരുണയോടുകൂടി എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട്, എല്ലാവരോടും കരുണ വെച്ചുകൊണ്ട്, ധർമ്മം, അർത്ഥം, യശസ്, നമ്മൾ ജീവിക്കുന്നത് ധർമ്മത്തിന് വേണ്ടിയാണ്. അതിലൂടെ പുരോഗതിയാണ് നേടുന്നത്. ലോകം പുരോഗമിച്ചു. ആ ശക്തി ചിന്തിച്ചിരിക്കുന്നത് ഒരു സുന്ദരമായ ലോകമുണ്ടാകും. എല്ലാ ഡെവലപ്മെന്റ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ പുരോഗമിച്ച ഏറ്റവും നല്ലൊരു ലോകം. അപ്പോൾ അത് അർത്ഥം തന്നെയാണ്. എന്ത് സാമ്പത്തികപരമായ ഉന്നതി ഉണ്ടാകുന്നത് അർത്ഥമായത്. ധർമ്മം, അർത്ഥം, യശസ്. പിന്നെന്തുണ്ട്? സന്തതികൾ, കുട്ടികൾ വേണമല്ലോ ഭാവി തലമുറക്ക് കർമ്മം ചെയ്യാൻ. എന്നിട്ട് വിഷയഭോഗങ്ങൾ. നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? സുഖഭോഗ വസ്തുക്കളാണ്. നമുക്ക് മൊബൈലെല്ലാം ഉണ്ടാകും, സുഖിച്ച് കിടക്കാനുള്ള ഉപകരണങ്ങൾ. അതിലൂടെ അവസാനം എന്തിലേക്ക് എത്തണം? നമ്മുടെ ലക്ഷ്യം മോക്ഷമായിരിക്കണം. മോക്ഷം എന്നിവക്കായി ഗൃഹസ്ഥാശ്രമ വൃത്തി സ്വീകരിച്ച് അദ്ദേഹം ജീവിച്ചു. എന്തിനു വേണ്ടി? അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചു. എന്തിനു വേണ്ടി? ആര്? ഈ ശക്തി വിശേഷം. തലപ്പത്തുള്ളവർ എന്ത് പ്രവർത്തിക്കുന്നു അതേപോലെ ജനസമൂഹത്തും എന്ത് വേണം? അതെല്ലാം അനുവർത്തിക്കണം. ഭാരതവർഷത്തിൽ മാത്രമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ താമസിക്കുന്ന ഈ മരുത്തുക്കൾ അവിടെയാണ് മനുഷ്യരുണ്ടെങ്കിൽ ഈ തത്വങ്ങളെല്ലാം ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല. ഇവിടെയാണ് മനുഷ്യരെല്ലാം ഉണ്ടായിട്ട് പോകുന്നത്. ഇനി മറ്റുള്ള ഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടാകാം. അത് ഋഷികൾ അതിനെപ്പറ്റി അധികം പറയുന്നില്ല. അവിടെ മനുഷ്യരുണ്ടോ എന്നൊന്നും പറയുന്നില്ല. ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 7 ലോകമുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് 7 ലോകങ്ങളിലും മനുഷ്യരുണ്ടാകും. പക്ഷെ ഇവിടെ നമ്മളെ നമുക്ക് 100% ഉറപ്പുള്ള നമ്മളെ കാര്യമാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങളെല്ലാം എന്ത് വേണം? ഈ ഉണ്ടാക്കി വെച്ച സിസ്റ്റത്തിലൂടെ നമ്മൾ പോകണം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്നെല്ലാം പോകുന്നത്. അതായത് യശസ്സിന് വേണ്ടിയിട്ടാണ്, പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്, ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്, സമ്പത്തിന് വേണ്ടിയിട്ടാണ്. ചെറുതിൽ പഠിക്കും, അത് കഴിഞ്ഞിട്ട് കുടുംബം പോറ്റും, കല്യാണം കഴിക്കും, മക്കളുണ്ടാകും. ഇതെല്ലാം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുവാനായി ആ ശക്തി വിശേഷം തന്നെയാണ് ആദ്യം ഇവിടെ വന്നിരിക്കുന്നത്. എന്തായിട്ട്? ഋഷഭദേവനായിട്ട്
വന്നിരിക്കുന്നത്. അപ്പോൾ ആ ശക്തി ശേഷം ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എങ്ങനെ? അല്ലാതെ ഒരു മനുഷ്യനായിട്ടൊന്നും ജനിച്ചിട്ടില്ല. മനുഷ്യരല്ലേ ഇനി പിന്നെ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യം നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ ആദ്യം വീട്ടിൽ ഇന്ന വേണം, ഇന്ന സ്ഥലത്ത് അടുക്കള വേണം, ഭക്ഷണം എല്ലാം അവിടെ പാകം ചെയ്യണം, ഇവിടെ കടന്നുറങ്ങണം, ഇതെല്ലാം തീരുമാനിച്ചിട്ടാണ് പിന്നെ സൃഷ്ടി നടക്കുന്നത്. ഇതേപോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കുകയാണ് അത് ചെയ്തത്. ആ ഭഗവാൻ തന്നെയാണ് അവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ നിലയിൽ തന്നെയാണ് പിന്നെയുള്ള മനുഷ്യരെല്ലാം ജീവിച്ച് പോകുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ വഴിയിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. എന്നിട്ട് 16 പറയുകയാണ്, സർവധർമ്മങ്ങളും അടങ്ങിയ വേദഗ്രന്ഥവും തന്നാൽ ഉണ്ടാക്കിയതാണെങ്കിലും ഈ വേദങ്ങളിലെ ശാസ്ത്രങ്ങൾ, വേദങ്ങളിലുള്ളത് എന്താണ്? പ്രപഞ്ചത്തിന് പിന്നിലുള്ള ശാസ്ത്രലോകം കണ്ടെത്താനിരിക്കുന്നതുമായ എല്ലാ ശാസ്ത്രതത്വങ്ങളാണ് വേദങ്ങളിലുള്ളത്. അപ്പോൾ ആദ്യം സയൻസാണ് ഉണ്ടാക്കിയത്. ആര്? താൻ തന്നെയാണ് ഉണ്ടാക്കിയതെങ്കിലും അദ്ദേഹം പഠിപ്പിക്കാനൊന്നും നിന്നില്ല. എന്ത് ചെയ്തു? ബ്രാഹ്മണരിലൂടെ കാട്ടിക്കൊടുത്ത മാർഗത്തിലൂടെ ഉള്ള ഉപാസനയാൽ ജനങ്ങളെ കൊണ്ട് ആചരിപ്പിച്ചു. അദ്ദേഹം ബ്രാഹ്മണരെ സൃഷ്ടിച്ചിട്ട് ബ്രാഹ്മണരിലൂടെയാണ് ഈ ശാസ്ത്രതത്വങ്ങളെല്ലാം, കണ്ടെത്തിയ ശാസ്ത്രതത്വങ്ങളെല്ലാം ജനങ്ങളെ കൊണ്ട് പ്രയോഗത്തിൽ വരുത്തിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആചരിപ്പിച്ചു, ജനങ്ങളെ കൊണ്ട് ആചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വേദങ്ങളിലുള്ള ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ബുദ്ധിമാന്മാരായ ആൾക്കാരുകൾ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ജനത്തിന് പറഞ്ഞു കൊടുക്കുകയും ജനം അത് ഫോളോ ചെയ്യുകയും ഉപയോഗിക്കുകയും അതിനനുസരിച്ച് കർമ്മം ചെയ്യുകയും എല്ലാം ചെയ്യുന്നു. അപ്പം വേദങ്ങൾ ഉണ്ടാക്കിയ അദ്ദേഹം തന്നെയാണെങ്കിലും അത് ഭൂമിയിൽ, നമ്മുടെ ഈ ലോകത്തിൽ, നമ്മുടെ ഈ മരുത്തുക്കളിൽ, നമ്മളിൽ, ഭൂമിയിലുള്ള നമ്മളിൽ വന്നിരിക്കുന്ന എന്തിൽ നിന്നാണ്? ബ്രാഹ്മണരിലൂടെയാണ്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമാന്മാരായ ആൾക്കാരാണ് ഈ പ്രപഞ്ച രഹസ്യം എല്ലാം മനസ്സിലാക്കുന്നത്. നമുക്ക് കോളേജിൽ നിന്ന് പഠിക്കുന്ന എല്ലാ ശാസ്ത്ര തത്വങ്ങളും വേദങ്ങൾ തന്നെയാണ്. അത് ജ്ഞാനമാണ്, അറിവാണ്. അത് ശാസ്ത്രജ്ഞരിലൂടെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ശാസ്ത്രജ്ഞരെ പോലെയുള്ള ജനത്തെയാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത്. ഇനി 17 എന്നിട്ട് 17 പറയുകയാണ്, ദേശം. ഓരോ ദേശത്തിലും അതിൻ്റെതായ ആചാരങ്ങൾ, വ്യത്യാസങ്ങളുണ്ടാകും ദേശത്തിനനുസരിച്ച്. കാരണം നമുക്ക് കേരളത്തിൽ ഇടാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തേങ്ങ നിർബന്ധമാണ്. ഇവിടെ തെങ്ങുള്ളത് കൊണ്ട്. അതുകൊണ്ട് തെങ്ങില്ലാത്ത നാട്ടിൽ എല്ലാം തേങ്ങ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അവിടെ പ്രത്യേക എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയല്ലാണ്ട് അവർ ഇതൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പം ദേശം, ദ്രവ്യം, ഓരോ ദേശത്തിലും കിട്ടുന്ന വസ്തുക്കൾ, കാലത്തിനനുസരിച്ച് മാറും. ഇപ്പം നമ്മളെ തേങ്ങ ലോകം മുഴുവൻ എത്തുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ തേങ്ങ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർ വെള്ളത്തിന് ഉപയോഗിച്ചെന്ന് വരുന്നതാണ്. കാലം മാറുന്നതനുസരിച്ച് യുവാക്കളാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. വയസ്സായി കഴിഞ്ഞാൽ ബ്രഹ്മചര്യം അല്ല, വാനപ്രസ്ഥവും സന്യാസമാണ്. അപ്പോൾ യുവാവസ്ഥ, പിന്നെ ഋത്തിക്കുകൾ, നാനാ ദേവതകൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നിവ കൊണ്ട് സമ്പൂർണ്ണമായ എല്ലാതരം യജ്ഞങ്ങളും, അങ്ങനെ ഈ ലോകത്തിലെ എല്ലാതരം യജ്ഞങ്ങളും യഥാവിധി 100 പ്രാവശ്യം യജിച്ചു എന്ന് പറയുകയാണ്. അതായത് പിന്നെ അവർ ഈ ക്രമത്തിലാണ് ഈ ഭാരതവർഷത്തിൽ ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. ഏതൊരു തത്വം ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആ ഈശ്വരൻ, ആ ഋഷഭദേവൻ എന്ന പേരിൽ കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. പുരാണ കഥയായുണ്ട്. അതിലൂടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ജീവിച്ചു പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി തന്നെയാണ്. അത് ലോക പുരോഗതിക്ക് വേണ്ടി ആണ്. ഇനി 18 പറയുകയാണ്, ഭഗവാനായ ഋഷഭദേവനാൽ സംരക്ഷിക്കപ്പെട്ട ഈ ഭൂവിഭാഗത്തിൽ, അതായത് 7 ലോകങ്ങൾ നടുവിൽ കളിച്ചിട്ട് ഇപ്പുറത്തുള്ള ഒന്നിൽ, 7 ലോകങ്ങളിൽ നമ്മൾ നേരത്തെ കാണിച്ചു തന്നെയാണ്. 7 ലോകം, ആ നടുവിലുള്ള ലോകത്തിൽ പിന്നെയോ 7ആക്കി ഭാഗിച്ചിട്ട് അതിൻ്റെ ഒന്നിലാണ് നമ്മളുള്ളത്. ആ ദേശത്താണ് ആര് ഭരിക്കുന്നത്? ഋഷഭദേവൻ ജനിച്ചിരിക്കുന്നത്, നാഭി ഭരിക്കുന്നത്. അവിടെ ഋഷഭദേവൻ വന്നിട്ട് എന്ത് ചെയ്തു? അവിടെയുള്ള ജനവിഭാഗങ്ങളിൽ
അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെ ആത്മീയമാണ്, അല്ലാത്ത ഭരണമൊന്നുമല്ല ഉള്ളത്. അതിന് ജനങ്ങളൊന്നും ഇല്ലല്ലോ മറ്റുള്ള ഭരണം നടത്താൻ. ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി എന്ന നിലയിൽ മനുഷ്യൻ ഇനിയുള്ള ഭാവിയിൽ ഉണ്ടാകുന്ന മനുഷ്യൻ എങ്ങനെ ജീവിക്കണം. അപ്പം ആ വിഭാഗത്തിൽ എല്ലാവരും, അവിടെ ആരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ആ പ്രപഞ്ചത്തിൽ അപ്പോഴുള്ള സാധനങ്ങളിൽ നിന്നെല്ലാം ചിന്തിച്ചാൽ മതി. എല്ലാവരും വർദ്ധിച്ചു വന്ന സ്നേഹാതിശയമല്ലാതെ, എല്ലാവരിൽ നിന്നും വർദ്ധിച്ചു വന്ന സ്നേഹാതിശയം, അദ്ദേഹത്തെ കാണുമ്പോഴുള്ള എന്താണ് വലിയൊരു അതിശയം. അത്രയും ഒരു വലിയ മഹാനായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അദ്ദേഹത്തോട് സ്നേഹാതിശയമാണുള്ളത്. അതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അല്ലാതെ അവരിൽ നിന്ന് പിന്നെ എന്ത് പറയുകയാണ്, അവരിൽ നിന്ന് എന്തെങ്കിലും എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നുമില്ല. അദ്ദേഹം അവിടെ വന്നിട്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി നീങ്ങുമ്പോൾ അദ്ദേഹം എല്ലാവരിൽ നിന്നും സ്നേഹാദരങ്ങളാണ് ആഗ്രഹിച്ചിരുന്നത്, അല്ലാതെ അവരിൽ നിന്ന് വേറെ ഒന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങേർക്ക് വേണ്ടതായിട്ട് ഒന്നും ഇല്ല. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിന് പിന്നെ ആരിൽ നിന്നും ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തോടുള്ള ഭക്തി, സ്നേഹാദരമാണ് വേണ്ടത്. സ്നേഹാദരവ് എങ്ങനെ പ്രകടിപ്പിക്കുക? അദ്ദേഹം നിർദ്ദേശിച്ച വഴികളിലൂടെ മുന്നോട്ടേക്ക് പോവുക. ഇനി 19 പറയുന്നു, ഋഷഭദേവൻ ഒരിക്കൽ ദേശപര്യടനം നടത്തുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തി, ബ്രഹ്മാവർത്തത്തിലെത്തി. അവിടെ ബ്രഹ്മർഷി മുഖ്യന്മാരെല്ലാം കൂടിയിരിക്കുന്ന ആ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം തൻ്റെ പുത്രന്മാരോട്, ആ പുത്രന്മാരുടെ പ്രത്യേകത എന്താണ്? വിനയം, സ്നേഹം എന്നിവയെല്ലാം ഉള്ളവരാണ്, മനസ്സടുക്കമുള്ളവരാണ്. അവർക്കെല്ലാം മനസ്സടുക്കെല്ലാം ഉണ്ട്. എങ്ങനെ ഭരിക്കണം എന്നെല്ലാം ധർമ്മത്തിനനുസരിച്ച് ഭരിക്കേണ്ട എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. എങ്കിൽ കൂടി പുത്രന്മാരെ ഉപദേശിക്കുവാനായി ഇങ്ങനെ പറഞ്ഞു. പുത്രന്മാരെ ഒന്ന് ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്കെല്ലാം അറിയുന്നവരാണ്, അത്രയും നല്ല പുത്രന്മാരാണ്. അതായത് ഈ ദേശത്തിലെ ആൾക്കാരെല്ലാം, അന്നത്തെ ആൾക്കാരെല്ലാം എന്തായിരുന്നു, ആദ്യത്തെ ആൾക്കാരെല്ലാം വളരെ നല്ലതായിരുന്നു. അവിടെ ആളുകളൊന്നും ഉണ്ടായില്ല. ഉപദേശം നൽകുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള അവിടെ ഉണ്ടാകുന്ന ജനവിഭാഗങ്ങളും രാജാക്കന്മാരും പ്രജകളും എല്ലാം എങ്ങനെ വർദ്ധിക്കണമെന്നാണ് ഒരു ചിട്ട ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ധർമ്മം. അതിനനുസരിച്ചാണ് ലോകം മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് വേദങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വേദം അദ്ദേഹത്തിൽ നിന്ന് വന്നതാണെങ്കിലും അതെല്ലാം ബ്രാഹ്മണരുടെ വേദങ്ങൾ പഠിച്ച് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിട്ട് ജനത്തിന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ജനം അത് പോകണം എന്നുള്ള ഒരു സിസ്റ്റമാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തതിൽ അദ്ദേഹം ഉപദേശിക്കുകയാണ് പുത്രന്മാരോട്. അതായത് ഉപദേശം നമ്മളോടെല്ലാം തന്നെയാണ്, ഈ ഭാരതവർഷത്തിൽ ജീവിക്കുന്ന എല്ലാവരോടും തന്നെയാണ് ഈ ഉപദേശം. അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം.